റിയ ഷിബു ഒരുപക്ഷെ സർവമായ കണ്ടവരാരും റിയ ഷിബുവിനെ മറക്കില്ല. കാരണം ഡെലൂലു എന്ന കഥാപാത്രമായിട്ടാണ് റിയ എത്തുന്നത്. റിയയുടെ ആദ്യത്തെ അഭിനയം കൂടിയാണ്, ആദ്യത്തെ സിനിമയും കൂടിയാണ്. അതും നിവിൻ പോളിയുമൊത്താണ് കോമ്പിനേഷൻ. നിവിനുമായിട്ടുള്ള ആദ്യ രംഗത്തിൽ തന്നെ റിയ ഒരു കാര്യം വെച്ചു പിടിക്കുന്നുണ്ട്. അതായത് ഈ ക്യാരക്ടർ തൻ്റെ കയ്യിൽ ഭദ്രമാണ്. സിനിമ കണ്ടവരാരും റിയയെ മറക്കില്ല. റിയ ചെയ്ത മായ അഥവാ ഡെലൂലു എന്ന കഥാപാത്രത്തെ ആരും മറക്കാനും സാധ്യതയില്ല. അത്രമാത്രം തന്മയത്വത്തോടുകൂടി തൻ്റെ കയ്യിൽ ആ റോള് ഭദ്രമാണ് എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ആദ്യ രംഗം തൊട്ട് തന്നെ റിയ ഷിബുവിൻ്റെ അഭിനയം. മാത്രമല്ല ചെയ്യുന്നത് ഹ്യൂമറാണ്. ഹ്യൂമർ ഒരാണുകിട പാളിപ്പോയ മൊത്തത്തിൽ പാളും. ഒപ്പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ അത് ബാധിക്കുകയും ചെയ്യും. എന്നാൽ റിയ നിവിൻ പോളി കോമ്പിനേഷൻ തന്നെയാണ് ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഒരു തരത്തിലും നിവിൻ അജു കോമ്പിനേഷനെ തള്ളിപ്പറയുന്നതല്ല, പക്ഷേ സർവമായ കണ്ടവർക്കൊക്കെ തന്നെ ഈ നിവിൻ റിയ ഷിബു കോമ്പിനേഷൻ ആയിരിക്കാം ഒരു തട്ടുമുകളിൽ നിവിൻ അജുവിനെക്കാളും നിൽക്കുന്നത്. അത് നിവിൻ അജു കോമ്പിനേഷൻ്റെ ഭംഗി കെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഒരു പുതുമുഖമായിട്ട് പോലും നിവിനൊക്കെ യൂത്തന്മാരുടെ ഇടയിൽ കോമഡി കിങ്ങാണ്. ആ നിവിനൊപ്പം തന്നെ ചേർത്ത് പിടിച്ച് കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ റിയ ഷിബുവിന് സാധിച്ചു എന്നുള്ളതാണ്. ആരാണ് റിയ ഷിബു? ഇതാണ് ചോദ്യം. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഭയങ്കരമായ ചോദ്യം നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ സിനിമ കണ്ടിറങ്ങിയവർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രവും റിയയുടെയാണ്. കാരണം ഒന്നങ്ങോട്ട് പാളിപ്പോയ ഓവറാകാൻ കഴിയുന്ന കഥാപാത്രമായിരുന്നു റിയ ചെയ്തത്. ഈ റിയ ഷിബു തമീൻസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നിർമ്മാതാവിൻ്റെ മകളാണ് റിയ ഷിബു. റിയയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. അത് അയാൾ ഹൃദു ഹരൂൺ എന്നാണ് പേര്. ഹൃദു ഹരൂണിനെ നമുക്കറിയാം, മുറ എന്ന സിനിമയിലെ നായകനായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവും. ഡ്യൂഡ് എന്ന സിനിമയിൽ പ്രദീപ് രംഗനാഥൻ മമിത ബൈജുവിനൊപ്പം അഭിനയിച്ച ആളാണ് ഹൃദു ഹരൂൺ. ഹൃദു ഹരൂണാണ് മമിത ബൈജുവിൻ്റെ ഭർത്താവായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. പ്രദീപ് രംഗനാഥൻ അല്ല, ഞാൻ പറഞ്ഞത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഹൃദു ഹരൂൺ. ഹൃദു ഹരൂണിൻ്റെ സഹോദരിയാണ് റിയ ഷിബു. റിയ ഒരു നിർമ്മാതാവിൻ്റെ മകളായതുകൊണ്ട് സിനിമയിലേക്ക് നേരെ എടുത്ത് വെച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റി. കാരണം റിയ ആദ്യം പ്രൊഡ്യൂസറായിട്ട് വന്ന് HR പിക്ചേഴ്സിൻ്റെ ബാനറിൽ റിയ കുറച്ചധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മുറ എന്ന സിനിമ ഉൾപ്പെടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിക്രം നായകനായി സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ വീരധീരസൂരൻ എന്ന സിനിമയുടെ നിർമ്മാതാവും ഇതേ റിയ ഷിബു ആണ്. ഇപ്പോൾ റിയയാണ്. പണ്ട് ഷിബു തമീൻസ് ഫിലിംസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ RS ഫിലിംസിൻ്റെ ബാനറിൽ റിയയാണ് ഇപ്പോൾ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ഇതേ റിയയാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ റിയയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്തു എന്നതിൻ്റെ ഫലത്തിലുമല്ല റിയ അഭിനയിക്കുന്നത്. റിയ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഡബ് സ്മാഷിലൂടെയും ടിക്ടോക്സിലൂടെയും തൻ്റെ ഓൺ വീഡിയോസിലൂടെയൊക്കെ റിയ പിന്നീട് സമൂഹ മാധ്യമങ്ങൾ കൈയടക്കുന്ന കാഴ്ചയുണ്ടായി. പല വീഡിയോസിനും മില്യൺ വ്യൂസ് ഉണ്ട്. എല്ലാം ഭയങ്കര രസകരമായ വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. ആ പ്ലോട്ട് അല്ലെങ്കിൽ ആ റിയ ഷിബുവിനെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അഖിൽ സത്യൻ കാണുകയും ഇത്രയും വളരെ നിർണായകമായൊരു വേഷം കൊടുക്കാനുള്ള ഒരു കാര്യവും കൂടി ചെയ്യുന്നത്. ഈ ഫാക്ടർ, അതായത് റിയ ഷിബു ഈ സിനിമയിലുള്ള ഫാക്ടർ അവൾ വളരെ ഹൈഡ് ചെയ്താണ് വെച്ചിരുന്നത്. ഒരു പക്ഷേ റാപ്പപ്പിൻ്റെ ഫോട്ടോയിൽ പോലും റിയയെ ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഈ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. മാത്രമല്ല ഈ സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ടായിരുന്നില്ല. കാരണം ട്രെയിലർ പുറത്തുവിടാത്തത് ഇതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ് ലീക്ക് ആവരുത് എന്നുള്ള കാരണം കൊണ്ടാണെന്നുള്ളത് സംവിധായകനായ അഖിൽ സത്യൻ പറയുകയും ചെയ്തു. ആകെ ഉണ്ടായിരുന്നത് ഈ സിനിമയ്ക്ക് ഒരു ടീസറാണ്. അതിൽ ഒരു തരത്തിലും ഈ റിയ ഷിബുവിൻ്റെ ട്രൈസസോ ഷെയ്ഡ്സോ ഒന്നും ആഡ് ചെയ്യാതെയാണ് അവർ ആ ടീസർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൊട്ടാകെ തന്നെ റിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഭയങ്കരമായി കൂടുകയാണ്. പ്രത്യേകിച്ച് നിവിനൊപ്പമുള്ള ഹ്യൂമർ ടൈമിംഗ്, നിവിനൊപ്പമുള്ള ഇമോഷണൽ രംഗങ്ങളൊക്കെ തന്നെ റിയ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് ഭയങ്കരമായ രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന, മനം നിറയ്ക്കുന്ന ഒരു രംഗമായിട്ട് തന്നെ ഈ സിനിമയിലുടനീളം മാറി എന്നുള്ളതാണ് ആരാധകരുടെ അഭിപ്രായവുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏവരും ഈ സിനിമ കണ്ടതിന് ശേഷവും റിയയുടെ ആരാധകരായിട്ട് മാറുന്നത്. തുടർന്ന് അങ്ങോട്ട് റിയ ഇനി എങ്ങനെയാണ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. കാരണം റിയ ഒരു പ്രൊഡ്യൂസറാണ്. റിയ ഇപ്പോൾ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം റിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇനി പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകും, അതോ ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രകടനത്തിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ റിയയെ എങ്ങനെയായിരിക്കും ഒരു താരമെന്ന രീതിയിൽ മോൾഡ് ചെയ്യുക, തുടർന്ന് അങ്ങോട്ടുള്ള സിനിമകളിൽ നായികയായി അഭിനയിക്കുമോ തുടങ്ങിയ പല പല ചോദ്യങ്ങളുണ്ട്. സർവമായ കണ്ടവർക്ക് തീർച്ചയായും കണക്റ്റ് ആക്കാൻ പറ്റും റിയ ഷിബു ചെയ്ത സിനിമയും അവർ ചെയ്ത ക്യാരക്ടറും എന്താണ് എന്നുള്ളത്. ഒരുപക്ഷെ മലയാള സിനിമയിൽ പല നായികമാരും വരും, ക്ലച്ച് പിടിക്കാതെ പോകും, മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോകും. പക്ഷേ റിയയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്ന രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് ആളുകളുടെ വിലയിരുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് വാൾസിൽ, എക്സ് വാളിലൊക്കെ കാണാൻ കഴിയുന്നത് റിയ ഷിബുവിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഒരുപക്ഷെ നിവിൻ്റെ കംബാക്കിനോടൊപ്പം തന്നെ റിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും കൂടെ മലയാള സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരുപക്ഷെ പല റിവ്യൂവേഴ്സും പറയുന്നൊരു കാര്യം,
പലരും റിയയുടെ ഫാനായി ഈ ഒറ്റ സിനിമ കൊണ്ട് തന്നെയാണ്. അത് വെറുതെ മുഖസ്തുതി പറയുന്നതോ അത് വെറുതെ പറയുന്നതോ അല്ല. റിയയുടെ അഭിനയം അത്രയധികം മികച്ചതായിരുന്നത് കൊണ്ട് തന്നെയാണ് പലരും ഉടനെ തന്നെ റിയയുടെ ഫാൻസായിട്ട് മാറിയത് എന്നതും കൂടി തന്നെ പറയണം. റിയ ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയുന്ന ഒരാളാണ്, സിനിമകൾ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ റിയയ്ക്ക് ഒരു പക്ഷേ സിനിമയിൽ നായികയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊക്കെ സിനിമകൾ വർക്കാവും എന്നുള്ള കൃത്യമായ ജഡ്ജ്മെൻറ്റ് റിയയ്ക്ക് വെക്കാൻ സാധിക്കും. ഒരു പക്ഷേ റിയയുടെ കരിയറിൽ തന്നെ സിനിമ അഭിനയ കരിയറിൽ ഒരു പക്ഷേ അത് നല്ലൊരു മാറ്റവുമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആരാധകരുടെ ഒക്കെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആദ്യത്തെ സിനിമയിൽ തന്നെ റിയ ഷിബുവിന് മാറാൻ സാധിച്ചത്. ഈ സിനിമയിൽ ഉടനീളം റിയ ഉണ്ട്. അതായത് റിയ വരുന്ന പോർഷൻ മുതലുള്ള എല്ലാ രംഗങ്ങളിലും, ഒരുപക്ഷെ എല്ലാ രംഗങ്ങളിലും റിയ ഉണ്ട്. ഇത്രയും പുതുമുഖമായ ഒരു ആർട്ടിസ്റ്റിനെ വിശ്വസിച്ച് അത് അഖിൽ സത്യന് ആദ്യം കൈയടി കൊടുക്കണം. ആൻഡ് അവർ അത്രയും നല്ലതായിട്ട് പെർഫോം ചെയ്യുമ്പോഴേക്കും അത് സ്വീകരിച്ച പ്രേക്ഷകർക്കും വലിയ കൈയടികൾ കൊടുക്കണം എന്ന് തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ റിയയെ പറ്റിയുള്ള ചർച്ചകൾ കൂടുതലായി സജീവമാവും. കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് റിയ മാറും. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനൊരു പ്രേതത്തെ കണ്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. റീൽസ് നോക്കിയിരിക്കുന്ന ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു ഗുഡ് സോൾ എന്ന് തന്നെയാണ് ഈ പടത്തിൽ ഡെലൂലിനെ വിളിക്കുന്നത്. റിയ തന്നെ വിളിക്കുന്നത് ഞാനൊരു ഗുഡ് സോളാണ്, പിശാചല്ല എന്നതാണ്. ആ ഒരു ഗുഡ് സോളിനെ കാണാൻ സാധിച്ചു, ഒരു ഗുഡ് സിനിമ കാണാൻ സാധിച്ചു എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്.